ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ധന്യ ഷിജിം വ്ലോഗ്സിൻ്റെ പുതിയൊരു ബിഗ് ബോസ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ രേണുസുതിയെക്കുറിച്ച് തന്നെയാണ്. രേണുസുതിയുടെ ഒരു വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഇന്നലെ വൈകുന്നേരം മുതൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായി അറിയില്ല. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഞാൻ ആദ്യം ചിന്തിച്ചത് ഇതെങ്ങനെ സംഭവിച്ചിരിക്കുന്നു. രേണുസുതി ഒരു കണ്ടസ്റ്റൻ്റായിട്ട് ബിഗ് ബോസ് ഷോയിൽ നിൽക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് അവർ നേരിട്ട് അവരുടെ വീട്ടിൽ നിന്നുകൊണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ പുറത്ത് വരുന്നത്? എന്നെപ്പോലെ ഇതേ കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായ ഒരു വലിയ വിഭാഗം പ്രേക്ഷകരും നമുക്കിടയിൽ തന്നെയുണ്ട്. എൻ്റെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുമുണ്ടായിരുന്നു. രേണുസുതി കണ്ടസ്റ്റൻ്റായിട്ട് ഷോയിൽ നിൽക്കുകയില്ലേ, പിന്നെ എങ്ങനെയാണ് അവർ വോട്ട് ചോദിച്ചുകൊണ്ടുള്ള ഈ ഒരു വീഡിയോ വരുന്നത്? ഇത് ബിഗ് ബോസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എഗെയിൻസ്റ്റ് അല്ലേ എന്നുള്ളത് അത് തന്നെയാണ് ഒരു സാധാ പ്രേക്ഷക എന്ന നിലയിൽ എനിക്കും ചോദിക്കാനുള്ളത്. ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇടുന്ന സമയത്ത് അത് ബിഗ് ബോസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എഗെയിൻസ്റ്റ് അല്ലേ? തീർച്ചയായും ഇത് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ്. ആ ഒരു ടൈറ്റിൽ കൂടി നമ്മുടെ രേണുസുതിക്ക് സ്വന്തമാണ്. അല്ലെങ്കിൽ തന്നെ ഒരുപാട് ടൈറ്റിൽസ് സ്വന്തമാണ്. ഇനിയിപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ ബിഗ് ബോസ് മലയാളം സീസൺ 7ലൂടെ ഒരു കണ്ടസ്റ്റൻറ്റിന് മറ്റൊരു ടൈറ്റിൽ കൂടി സ്വന്തമായിരിക്കുകയാണ്. ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത്, ഷോയിൽ തുടരുന്ന സമയത്ത് നേരിട്ട് വീട്ടിൽ നിന്നുകൊണ്ടുള്ള വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ എനിക്ക് പിന്നീടാണ് കുറച്ച് പേരോട് ചോദിച്ചപ്പോൾ മനസ്സിലായത് ഇത് PR ടീമിൻ്റെ പണിയാണ്. നേരത്തെ തന്നെ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചതിന് ശേഷമാണ് രേണു ബിഗ് ബോസിലേക്ക് കയറിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നോമിനേഷൻ്റെ ഒരുപാട് വീഡിയോകൾ ഇനിയും രേണുസുതി എടുത്തു വച്ചിട്ടുണ്ടാകുമായിരിക്കും. PR ടീം അത് യഥാസമയം അപ്ലോഡ് ചെയ്യുന്നതുമായിരിക്കും. പക്ഷേ ഒരു സാധാരണ പ്രേക്ഷക എന്ന നിലയിൽ എന്നെപ്പോലെ തന്നെ ഒരുപാട് പ്രേക്ഷകർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൽ അലൗഡ് ആണോ എന്നുള്ളതിൻ്റെ നിജസ്ഥിതി അറിയാനുള്ള അവകാശമുണ്ട്. കാരണം നമ്മളൊക്കെ വോട്ട് ചെയ്തിട്ടാണല്ലോ അവരൊക്കെ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ തീർച്ചയായും ചോദിക്കേണ്ടതുണ്ട്. കാരണം ലാലേട്ടൻ അത് ചോദിക്കാത്ത പക്ഷം ഇപ്പോൾ തന്നെ പരക്കെ അഭിപ്രായമുണ്ട് ബിഗ് ബോസ് എന്തൊരു സ്ക്രിപ്റ്റഡ് ഷോയാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ലാലേട്ടൻ ചോദിക്കാത്ത പക്ഷം ഇത് ബിഗ് ബോസിൻ്റെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ജെന്യൂനിറ്റിയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും അത് പ്രേക്ഷകർക്കിടയിൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് പൂർണ്ണമായും മനസ്സിലാക്കി കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ബിഗ് ബോസ് ഷോയുടെ ക്രൂ മെമ്പേഴ്സിനുണ്ട്. കാരണം അതുപോലൊരു കാര്യമാണ് അവിടെയുള്ളൊരു കണ്ടസ്റ്റൻ്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു കണ്ടസ്റ്റൻറ്റും ചെയ്യാത്ത ഒരു കാഞ്ഞ ബുദ്ധിയാണ് നമ്മുടെ രേണുസുതി ചെയ്തിരിക്കുന്നത്. എന്തായാലും രേണുസുതി ഷോയിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ ഒരുപാട് ഇൻ്റർവ്യൂകളിൽ രേണുസുതി ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ വിളിച്ചിട്ടുണ്ടോ, ബിഗ് ബോസിൽ പോകുന്നുണ്ടോ എന്നുള്ളത്. അപ്പോഴൊക്കെ രേണുസുതി പറഞ്ഞത് എന്നെ വിളിച്ചിട്ടില്ല, വിളിച്ചാൽ ഞാൻ പോകും, എന്നെ വിളിച്ചിട്ടില്ല, വിളിച്ചാൽ ഞാൻ പോകും എന്നുള്ളതാണ്. മാത്രമല്ല എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്ത് പോലും രേണുസുതി ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്തായിരുന്നു? ചേച്ചിയുടെ വീട്ടിൽ പോയി നിന്നിട്ട് ഞാൻ ബിഗ് ബോസിൽ പോയിട്ടില്ല, എന്നെ ബിഗ് ബോസിൽ വിളിച്ചിട്ടില്ല, ഞാൻ ബിഗ് ബോസിലേക്ക് കയറിയിട്ടില്ല, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേക്ക് വീഡിയോ അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല മറ്റൊരു ഫേക്ക് വീഡിയോ കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും പ്രേക്ഷകരെ കബളിപ്പിക്കുകയാണ്, പറ്റിക്കുകയാണ് രേണുസുതി ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയ ലോക മലയാളികൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഷോ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ വോട്ടോടുകൂടി നിലനിൽക്കുന്ന അവിടെയുള്ള കണ്ടസ്റ്റൻസ്, അപ്പോൾ അവരൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പക്ഷം ഇതിപ്പോൾ ഒരു കണ്ടസ്റ്റൻറ്റിന് ചെയ്യാമെന്നുണ്ടെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിന് എന്തുകൊണ്ടായിക്കൂടാ? ഒരുപക്ഷെ ബിഗ് ബോസിന് ഇത് പ്രശ്നമല്ല, അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനൊന്നും ഇത് എഗെയിൻസ്റ്റ് അല്ല, അവരുടെ എത്തിക്സിന് എഗെയിൻസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കും യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. അടുത്ത സീസണിൽ ഇതൊരു വലിയ രീതിയിലുള്ളൊരു ട്രെൻഡായിട്ട് മാറാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൽ അലൗഡ് ആണോ എന്നുള്ളതിനെ പറ്റി നമുക്കറിയില്ല. ഇതിപ്പോൾ ആദ്യത്തെ ഒരു സംഭവമാണ്, ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇതിന് എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്, വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എന്തായിരിക്കും ഇതിനെപ്പറ്റി ചോദിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്ത് ആക്ഷൻ ആയിരിക്കും എടുക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഓർത്ത് എനിക്ക് ചെറിയൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം ഇത്രയധികം ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുന്നൊരു ഷോയാണ്. പ്രേക്ഷകരെ ബോധിപ്പിക്കേണ്ട
101% ഉത്തരവാദിത്വവും ബിഗ് ബോസിനും ഉണ്ട്, രേണു സുധിക്കും ഉണ്ട്. അപ്പോൾ PR ടീമിൻ്റെ കളിയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. എങ്കിൽ കൂടി പ്രേക്ഷകർക്ക് ഈ ഒരുപാട് ചിന്തിക്കാത്ത, അല്ലെങ്കിൽ ഈ PR ടീമുകളെയോ അല്ലെങ്കിൽ PR വർക്കൊക്കെ ഇതിന് പിന്നിൽ നടക്കുന്നുണ്ടെന്നൊന്നും അറിയാത്ത ചില ഓഡിയൻസും ഉണ്ട്. അവർക്കിടയിലേക്ക് ഇതൊരു സംശയം തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ലാലേട്ടൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ കാത്തിരുന്ന് കാണാം. സോ പ്രേക്ഷകർക്ക് എന്താണ് രേണു സുധിയുടെ ഈ ഒരു കാഞ്ഞ ബുദ്ധിയോടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.